നമസ്കാരം, ഞാൻ അഖിൽ. 1988 നവംബർ 3 ഒരു അട്ടിമറി ശ്രമം മാൽദ്വീപ്സിൽ നടന്നായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ സംയോജിത ഇടപെടൽ മൂലം ആ ഒരു അട്ടിമറി നടക്കാതെ വരികയാണ്. ആ ഒരു അട്ടിമറിയുടെ കഥയാണ് ഞാനിന്നിവിടെ പറയുന്നത്. 1988 നവംബർ 3 ശ്രീലങ്കയിൽ നിന്നൊരു 2 ഫിഷിംഗ് ബോട്ടുകളിലായിട്ട് ലുത്തിഫയും അതുപോലെ തന്നെ ഉമാമഹേശ്വരും മാൽദ്വീപ്സിലോട്ട് യാത്ര തിരിക്കുക. മാൽദ്വീപ്സിലെ മാലി എന്ന് പറയുന്ന തലസ്ഥാനത്തേക്കാണ് യാത്ര തിരിക്കുന്നത്. ഇവരുടെ ഒരു യാത്ര എന്ന് പറയുന്ന ഒരു അട്ടിമറിയിലൂടെ ഈ രാജ്യം സ്വന്തമാക്കുക എന്നുള്ളതായിരുന്നു. അട്ടിമറിയിലൂടെ ഈ രാജ്യം സ്വന്തമാക്കി അതുപോലെ തന്നെ അവിടുത്തെ പ്രസിഡന്റായ ഗയൂമിനെ തടവിലാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ യാത്രയുടെ ലക്ഷ്യം. ഈ ലുത്തിഫ എന്ന് പറയുന്നത് ഈ മാൽദ്വീപ്സിൽ തന്നെ ഒരു പ്രധാന വ്യവസായിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാൽദ്വീപ്സിലെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ ലുത്തിഫയ്ക്ക് അറിയാമായിരുന്നു. അവിടുത്തെ ഒരു സെക്യൂരിറ്റി സ്ട്രെങ്തും അതുപോലെ തന്നെ അവിടെ എങ്ങനെയുള്ള ഒരു ആർമിയാണ്, ഈ ആർമിക്ക് ഏത് രീതിയിൽ നമ്മളെ പ്രതിരോധിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ ലുത്തിഫയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇവർ ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള ഒരു പ്ലാനുകളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ അട്ടിമറിച്ച് ഈ രാജ്യം സ്വന്തമാക്കിയിട്ട് ഇവർക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു രാജ്യത്ത് നിന്നും ഗോൾഡിൻ്റെ കയറ്റുമതി, അതായത് ഗോൾഡ് സ്മഗ്ലിങ്, ഗണ്ണ്, അതായത് ആംസിൻ്റെ സ്മഗ്ലിങ്, അതുപോലെ ഡ്രഗ്സിൻ്റെ ഡീലിങ്സ്, ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ നവംബർ അർദ്ധരാത്രിയിൽ ശ്രീലങ്കയിൽ നിന്ന് 2 ഫിഷിംഗ് ബോട്ടുകളിലായിട്ട് ലുത്തിഫയും അതുപോലെ തന്നെ ഉമാമഹേശ്വരും 80ഓളം അടങ്ങുന്ന ഒരു കൂലിപ്പട്ടാളങ്ങളും കൂടി ചേർന്ന് ഈ മാലിയിലോട്ട് യാത്ര തിരിക്കുകയാണ്. ഇവർക്ക് അവിടെ എത്തുമ്പോൾ പ്രധാനമായി ഉണ്ടായിരുന്നത് 3 ലക്ഷ്യങ്ങളാണ്. അതായത് ഒന്നാമത്തത് റേഡിയോ നിലയം ആക്രമിക്കുക, അത് കീഴടക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു അക്രമത്തിൻ്റെ കാര്യം പുറം ലോകം അറിയത്തില്ല. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു സെക്യൂരിറ്റി, അതായത് ഈ ആർമിയുടെയൊക്കെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്, അത് കീഴടക്കുക എന്നുള്ളതായിരുന്നു. മൂന്നാമത് പ്രസിഡൻഷ്യൽ പാലസ് കീഴടക്കി പ്രസിഡൻറ്റിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇവർ എത്തിച്ചേർന്നിട്ട് 3ആയിട്ട് വിഭജിക്കുകയാണ്. 3ആയിട്ട് വിഭജിച്ച് ഒന്ന് റേഡിയോ നിലയത്തിലേക്കും, രണ്ടാമത്തത് പ്രസിഡൻഷ്യൽ പാലസിലേക്കും, മൂന്നാമത്തത് അതുപോലെ തന്നെ ഈ സെക്യൂരിറ്റി ആസ്ഥാനത്തേക്കുമാണ് പോകുന്നത്. അങ്ങനെ ആദ്യത്തത് തന്നെ ഇവർ ഈ ആർമിയുടെ അല്ലെങ്കിൽ ഈ ഒരു സെക്യൂരിറ്റി ആസ്ഥാനത്തിൻ്റെ ഇവരുമായിട്ട് യുദ്ധം ചെയ്ത് ഇത് കീഴ്പ്പെടുത്തുക. കാരണം അവിടെ ആ സമയത്ത് വെറും 200ഓളം ഉണ്ടായിരുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് മുന്നേ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ കീഴ്പ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല. കാരണം മുൻപ് ഇങ്ങനൊരു പരിചയമില്ലാത്തതും അതുപോലെ ഇതിനുള്ളൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും തന്നെ ഇവർക്ക് ഇതിന് കീഴടങ്ങേണ്ടി വന്നു. ഈ ഒരു കൂലിപ്പട്ടാളത്തിന് മുമ്പിൽ പെട്ടെന്ന് തന്നെ കീഴടങ്ങേണ്ടി വന്നു. രണ്ടാമത്തെ ട്രൂപ്പ് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ റേഡിയോ നിലയം കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അവർ അതിനുശേഷം നേരെ പോകുന്നത് ടെലിവിഷൻ ആസ്ഥാനത്തേക്കാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവരുടെ നിർഭാഗ്യവശാൽ ഈ ഒരു ടെലിവിഷൻ സെൻറ്റർ പൂട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് അവർ അവിടെ നിന്ന് നേരെ തിരിച്ചു പോകുന്നത് പ്രസിഡൻഷ്യൽ പാലസ് കീഴടക്കാനാണ്. ഈ പ്രസിഡൻഷ്യൽ പാലസ് കീഴടക്കാൻ അവർ എത്തുന്നതിന് മുമ്പിട്ട് തന്നെ ഈ ഒരു വിവരം അവിടുത്തെ സെക്യൂരിറ്റി അറിയുകയും അതുപോലെ തന്നെ ഇതിന് മുൻകരുതലായിട്ട് ഈ ഒരു പ്രസിഡന്റിനെ ഇവിടെ നിന്ന് വേറെ രഹസ്യമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യുക. ഇവർ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഈ പ്രസിഡന്റിനെ അവിടെ കിട്ടുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ ഇവർ കീഴ്പ്പെടുത്തുകയാണ്. ഇതിനൊക്കെ ശേഷം അവർ നേരെ ഈ പ്രസിഡന്റിനെ തിരക്കി ഈ ഒരു രാജ്യം മൊത്തവും സെർച്ച് ചെയ്യുകയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ രഹസ്യമായിരിക്കുന്ന സ്ഥലത്ത് നിന്നും ഈ പ്രധാനമന്ത്രി പല രാജ്യങ്ങളെയും, അതായത് പാകിസ്ഥാന്, ശ്രീലങ്ക, ചൈന എന്നിവിടങ്ങളിലെല്ലാം ആദ്യം തന്നെ വിളിച്ച് സഹായത്തിനായിട്ട് എത്തണമെന്നും നിങ്ങൾ ആർമി അയച്ച് നമ്മളെ രക്ഷപ്പെടുത്തണമെന്നുള്ള രീതിയിലൊക്കെ സഹായം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ പാകിസ്ഥാനും ശ്രീലങ്കയും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ആദ്യം തന്നെ ഒഴിയേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് മതിയായ ട്രൂപ്പുകളില്ല, അതായത് ആർമി ബലമില്ലാത്തത് കൊണ്ട് തന്നെ അവർ ആദ്യം തന്നെ ഇതൊഴിഞ്ഞു. ചൈനയും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരും ഒഴിഞ്ഞു. നാലാമത് ഇവർ വിളിക്കുന്നത് യു.എസിനാണ്. അപ്പോൾ യു.എസിൻ്റെ ആർമി, അടുത്തുള്ള ആർമി ബേസ് എന്ന് പറയുന്നത് വളരെ ദൂരം ഉണ്ടായിരുന്നത് കൊണ്ടും അതുപോലെ തന്നെ അവിടെ നിന്നൊരു ആർമി ഇവിടെ അയക്കണമെങ്കിൽ കുറഞ്ഞതൊരു 2-3 ദിവസത്തെ ഒരു ഇത് വരുന്നത് കൊണ്ടും അവർ പറയുന്നതും ഇന്ത്യയെ ബന്ധപ്പെടാനാണ്, ഇന്ത്യയുമായിട്ടുള്ളൊരു സഹായത്തിന് അഭ്യർത്ഥിക്കാനാണ്. അതുപോലെ പിന്നെ വിളിക്കുന്നത് ബ്രിട്ടനെയാണ്. ബ്രിട്ടനും ഈ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ അയൽരാജ്യമായ ഇന്ത്യയെ നിങ്ങൾ സഹായത്തിന് അഭ്യർത്ഥിക്കൂ, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള സഹായം കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഗെയും നേരെ വിളിക്കുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിൽ വിളിച്ചിട്ട് ഇന്നതുപോലെയുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ സഹായിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ
രാജ്യം ആപത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളതെല്ലാം ഇവിടുത്തെ ഒരു ഇന്ത്യയിൽ വിളിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധി ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായുള്ള എല്ലാ ചർച്ചകളും എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ച് നേരെ ഡൽഹിയിലേക്ക് തിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിനായിട്ട്. നേരെ ഡൽഹിയിൽ ആസ്ഥാനത്ത് എത്തിയതിന് ശേഷം ആർമിയിലുള്ള പ്രധാനപ്പെട്ട ഓഫീസേഴ്സിനെ എല്ലാം കൂടിച്ചേർത്ത് വിളിച്ചിരുത്തി ഇതിനു വേണ്ടി എന്ത് നമുക്ക് സഹായം ചെയ്യാൻ പറ്റും, നമ്മൾ ഏത് രീതിയിൽ സഹായിക്കണം എന്നുള്ളൊരു മീറ്റിംഗ് കൂടി വളരെ ഒരു ചർച്ചകളോടൊക്കെ. കാരണം ഇതൊരു വേറൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നമായതുകൊണ്ടും നമുക്ക് നേരിട്ട് കയറി ഇടപെടുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ചുകളെല്ലാം ചർച്ച ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ വേറൊരു അറ്റാക്ക് തന്നെ തീരുമാനിക്കുകയായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി. ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് പാരാബ്രിഗേഡിയേഴ്സ് ആയിട്ടുള്ള പാരാട്രൂപ്സിനെയാണ് ഇതിനെ തിരഞ്ഞെടുത്തത്. അതിൻ്റെ ഹെഡായിട്ട് നിന്നത് ബ്രിഗേഡിയർ ബൽസാരയും. അങ്ങനെ ഈ പാരാബ്രിഗേഡിയേഴ്സും ടീമുകളുമായിട്ട് 2 ഫ്ലൈറ്റുകളിലായിട്ട് ആഗ്രയിൽ നിന്നും ഹുൽഹുല എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഏകദേശം 5 മണിക്കൂറത്തെ യാത്രകൾക്ക് ശേഷം ഇവർ ഹുൽഹുല എയർപോർട്ടിലോട്ട് എത്തിച്ചേരുക. എന്തോ ഭാഗ്യവശാൽ, അതായത് ഈ പറയുന്ന ലുത്ഫിയും സംഘവും അറിഞ്ഞിരുന്നില്ല ഇതുപോലൊരു എയർ സ്ട്രൈക്ക് വരുമെന്നുള്ളൊരു ഇതിനെക്കുറിച്ച് ഇവർ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ഒരു ഭാഗ്യം കൊണ്ടും ഈ എയർപോർട്ട് ഇവരുടെ കസ്റ്റഡിയിലല്ലായിരുന്നു. ഇവർ ഈ ഒരു എയർപോർട്ടിൻ്റെ നിയന്ത്രണം അവർ ഏറ്റെടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഡയറക്റ്റായിട്ട് ഹുൽഹുല എയർപോർട്ടിലോട്ട് പറഞ്ഞിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു എയർ ഡ്രോപ്പ് ചെയ്യുന്നത് വളരെ ദുഷ്കരമായിരുന്നു. കാരണം ഈ ഒരു ചെറിയ എയർപോർട്ടും അതുപോലെ തന്നെ ദ്വീപ സമൂഹങ്ങൾക്കിടയിലുള്ള ഒരു രാജ്യമായതുകൊണ്ടും ഇവർ എയർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കരയിലാണോ കടലിലാണോ ചെന്ന് ഇറങ്ങുന്നത് എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇവർ നേരെ അവിടുത്തെ മാൽദീവ്സിലെ ഹുൽഹുല എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യുകയാണ്. ലാൻഡ് ചെയ്ത ഉടൻ തന്നെ ഈ എയർപോർട്ട് അവരുടെ നിയന്ത്രണത്തിലാക്കുകയും നേരെ ഈ പറയുന്ന പ്രസിഡന്റ് ഒളിച്ചിരുന്ന ആ ഒരു വസതിയിൽ ചെന്ന് പ്രസിഡന്റിനെയും സെക്യൂർ ആക്കിയതിന് ശേഷം ഇവരുമായിട്ടുള്ളൊരു ഡയറക്റ്റ് അറ്റാക്കിലോട്ട് പോവുകയാണ്. ഒരുപാട് നേരത്തെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവർ ഒരുപാട് പേർ കീഴടങ്ങുകയും, പക്ഷേ കുറച്ച് പേർ ലുത്ഫിയും കുറച്ച് ടീമുകളും ചേർന്ന് 27 പേരെ ഹോസ്റ്റേജ് ആക്കിക്കൊണ്ട് തന്നെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് നേരത്തെ പരിശ്രമത്തിനും ഒരുപാട് നേരത്തെ സെർച്ചിങ്ങിനും ശേഷം ഈ ഒരു കപ്പൽ തുറമുഖത്തിൽ നിന്നും ME പ്രോഗ്രസ് എന്ന് പറയുന്ന ഒരു കപ്പൽ അവിടെ നിന്ന് നീങ്ങുന്നതായിട്ട് ഇവർക്ക് വിവരം കിട്ടുകയാണ്. അവരങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ നിന്നും നീങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ബൽസാര അവിടെയുള്ള ബാക്കിയുള്ള ആർമി ഉദ്യോഗസ്ഥർക്ക് ഇതുപോലെ നിർദ്ദേശം കൊടുക്കുകയാണ് ഈ കപ്പൽ ആക്രമിക്കാൻ. കാരണം ഇവർ പറഞ്ഞിട്ട് ഇത് നിൽക്കാതെ തന്നെ ഇത് മുമ്പോട്ട് തന്നെ നീങ്ങിയത് കാരണം നല്ല രീതിയിൽ ആക്രമിക്കാൻ തന്നെ ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ റോക്കറ്റ് ലോഞ്ചറുകളും MK-47 അങ്ങനെയുള്ള വലിയ വലിയ മെഷീൻ ഗണ്ണുകളും കാര്യങ്ങളും ഉപയോഗിച്ചത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യും. അതുമൂലം തന്നെ ഇതിൻ്റെ പ്രൊപ്പല്ലറിന് കേടുപാട് വരികയും ചെയ്തു. അങ്ങനെ ഈ ഒരു കപ്പൽ നേർദിശയിൽ മാത്രമേ പോകൂ എന്നായി. കാരണം ഇടത്തോട്ടോ വലത്തോട്ടോ വളയ്ക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയായി. പെട്ടെന്ന് തന്നെ ഈ ഒരു നിർദ്ദേശം അവിടെയുള്ള നമ്മുടെ നേവിക്ക് കൈമാറുകയായിരുന്നു ഇവർ. അങ്ങനെ അവിടെ അടുത്തുണ്ടായിരുന്ന INS ഗോദാവരി, INS ബദ്ദുവ, ഈ 2 കപ്പലുകളും ഇതിനെ അന്വേഷിച്ച് പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗത്തേട്ട് വരിക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ശ്രീലങ്കയിലേക്കാണെന്ന് മനസ്സിലായി. കാരണം ശ്രീലങ്കയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് വെടിവെച്ച് തകർത്തേക്കാനാണ് അവർക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷേ ഇതിനകത്ത് 27 നമ്മുടെ ഹോസ്റ്റേജസും, അതായത് മാൽദീവ്സിലെ 27 ഹോസ്റ്റേജസും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഉണ്ടായതുകൊണ്ട് തന്നെ ഇതിനെ തടയുക എന്നതായിരുന്നു നമ്മുടെ ഇന്ത്യൻ നേവിയുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെ ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഈ INS ബത്തുവായിക്ക് ഇതിൻ്റെ പൊസിഷൻ കിട്ടുകയും നേരെ അവിടെ ചെന്നിട്ട് പറയുകയും ചെയ്തു, നിങ്ങൾ കീഴടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ള രീതിയിൽ ഈ ലുത്ഫിക്കും സംഘത്തിനും നിർദ്ദേശം കൊടുത്തു. പക്ഷേ ഇത് കേൾക്കാതെ ലുത്ഫ അതിനകത്തുണ്ടായിരുന്ന 2 ഹോസ്റ്റേജസിനെ കഴുത്തറുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് തള്ളുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ ആളുകളെ നമ്മൾ കൊല്ലും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ ആർമിക്ക്, അതായത് നേവിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ്. എന്തും വന്നാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ തന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ തന്നെ ആ ബത്തുവയിലുണ്ടായിരുന്ന കമാൻഡർ ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിലുള്ള അറ്റാക്ക് മൂലം ഈ ME പ്രോഗ്രസ് എന്ന് പറയുന്ന കപ്പലിൻ്റെ വലിയൊരു നാശനഷ്ടം ഉണ്ടാവുകയാണ്. നാശനഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിലുള്ള തീപിടുത്തവും ഉണ്ടാവുകയാണ്. അങ്ങനെ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള കണ്ടീഷൻ ആയപ്പോഴത്തേക്ക് ലുത്ഫിയും ടീമും ഇവർക്ക് നമ്മുടെ നേവിക്ക് മുമ്പിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ മുമ്പിൽ കീഴടങ്ങുകയാണ്. അങ്ങനെ കീഴടങ്ങിയ ഹോസ്റ്റേജസിനെ പിറ്റേന്ന് രാവിലത്തേക്ക് ഏകദേശം നവംബർ 5-ാം തീയതി രാവിലെ ആകുമ്പോഴേക്കും ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് 2 ദിവസത്തിന് ശേഷം ഈ
മുൻപോട്ടുള്ള കാര്യങ്ങൾക്കും വിചാരണകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് മാൽദീവ്സിലേക്ക് കൈമാറുകയാണ്. അങ്ങനെ പല രാജ്യങ്ങളും അതുപോലെ നമ്മുടെ തന്നെ ഒരുപാട് ശത്രു രാജ്യങ്ങളും എല്ലാവരും പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് നമ്മുടെ അയൽരാജ്യമായ മാൽദീവ്സിനെ എന്ത് പ്രശ്നം വന്നാലും എന്ത് വില കൊടുത്തും രക്ഷിക്കുമെന്നുള്ള പറഞ്ഞ വാക്ക് അവിടെ പാലിച്ചിരിക്കുകയാണ്.